ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഡ്രീം ക്യാച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻ്റെ പേര് ഗാർഗി. ഞാൻ ഡ്രീം ക്യാച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിടെക് ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ്. നിങ്ങൾ ഈ കോഴ്സിൻ്റെ നെയിം കേട്ടിട്ടുണ്ടോ? ഇത് ഗ്രൂപ്പ് എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2024 സ്കീമിൽ 4 ഗ്രൂപ്പാണുള്ളത്. ഗ്രൂപ്പ് എ, ബി, സി ആൻഡ് ഡി. അതിൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ്. ഇതിന്റെ കോഡ് വരുന്നത് GX CYT കെമിസ്ട്രി 122. ഇതാണ് ഇതിന്റെ കോഡ്. ഇത് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ്. ഈ നെയിം വന്നത് എങ്ങനെയാ? ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് എയിൽ CS ഒക്കെ ഉൾപ്പെടുന്നതാണ് ഗ്രൂപ്പ് എ. അവരെ പറയുന്നതാണ് ഇൻഫർമേഷൻ സയൻസ്. ഗ്രൂപ്പ് ബി എ പറയുന്നത് ഇലക്ട്രിക്കൽ സയൻസ് ആണ്. ട്രിപ്പിൾ EC അവരെല്ലാം ഉള്ളതാണ് ഗ്രൂപ്പ് ബി എ. അവരെയാണ് ഇലക്ട്രിക്കൽ സയൻസ്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് എക്കും ബിക്കും ഉള്ളത് കൊണ്ടാണ് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഈ കോഴ്സിന്. ഗ്രൂപ്പ് സിക്കും ഡിക്കും കെമിസ്ട്രി ഉണ്ട്, പക്ഷെ ഡിഫറെന്റ് നെയിമിലാണ്. അത് സിലബസ് ഒക്കെ ഏകദേശം സെയിം ഒക്കെയാണ്, പക്ഷെ ചില മൊഡ്യൂൾസ് എല്ലാം ഡിഫറെന്റ് ഉണ്ട്. അപ്പം ഗ്രൂപ്പ് സിയുടേത് കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസ് എന്നാണ്. അതായത് ഗ്രൂപ്പ് സി എ അറിയപ്പെടുന്നത് ഫിസിക്കൽ സയൻസ് എന്നാണ്. അത് സിവില് അവരെല്ലാം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് സിയിൽ. ഗ്രൂപ്പ് ഡി ലൈഫ് സയൻസാ, അതായത് കെമിസ്ട്രി ഫോർ ലൈഫ് സയൻസ് എന്നാ ഗ്രൂപ്പ് ഡിയുടെ കെമിസ്ട്രി അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇത് S1ലും S2ലും S1 ഓർ S2 ആ. S1 ഓർ S2 എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? S1ൽ അല്ലെങ്കിൽ S2ൽ. അതായത് നമ്മളുടെ കോളേജ് ബ്രാഞ്ചസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഇപ്പം S1ലായിരിക്കും നിങ്ങൾ കെമിസ്ട്രി ചൂസ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾക്ക് S2ൽ ഫിസിക്സ് ആയിരിക്കും പഠിക്കേണ്ടത്. ഇപ്പം S2ൽ കെമിസ്ട്രിയെ ചൂസ് ചെയ്തേക്കുന്നത് S1ൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കും. അപ്പൊ ഇതൊക്കെയാണ് കെമിസ്ട്രിയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അതായത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ്. കാരണം KTU സ്കീമിൽ മാക്സിമം ക്രെഡിറ്റ് 4 ആണ്. അത് ആ 4 ക്രെഡിറ്റ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ കൂടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇത് ഫസ്റ്റ് ഇതിൽ തന്നെ പാസ്സാവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി നമുക്ക് സിലബസ് ഇൻട്രഡക്ഷനിലോട്ട് പോയാലോ? ആദ്യം മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1ൽ എന്തുവാ? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് ആണ് മൊഡ്യൂൾ 1ൽ ഉള്ളത്. അതിൽ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ +1 +2 പഠിച്ചിട്ടുള്ള. കൊറോഷന് നിങ്ങൾ പഠിച്ചിട്ടുള്ള. അതിൽ കൊറോഷന്റെ സയൻസ് അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ്. ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇലക്ട്രിക്കൽ കെമിക്കൽ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഈ ഇലക്ട്രോ കെമിക്കൽ ചേഞ്ചസിന്റെ അടിസ്ഥാനത്തിൽ സെല്ലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ഇത്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വെച്ചാൽ എന്തുവാ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ സെല്ലാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പഠിക്കേണ്ടത് വെച്ചാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തുവാന്ന് പഠിക്കണം. പിന്നെ അതിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ബേസിലാണ് നേർഡ്സ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ് ആൻഡ് സെൽ. നേർഡ്സ് ഇക്വേഷൻ അതിന്റെ സിംഗിൾ ഇലക്ട്രോഡിന്റെയും പഠിക്കണം, കംപ്ലീറ്റ് സെല്ലിന്റെയും പഠിക്കണം. സിംഗിൾ ഇലക്ട്രോഡിന്റെ പഠിച്ച കംപ്ലീറ്റ് സെല്ലിന് പഠിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ആ ഇക്വേഷനിൽ അതിൽ ഇട്ട് കൊടുത്താൽ മതി. അതെല്ലാം ഞാൻ പഠിപ്പിക്കും, നിങ്ങളത് കണ്ടാൽ മതി. നേർഡ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതെന്ന് പറഞ്ഞാൽ 15 സ്കീമിലും 19 സ്കീമിലും ഇപ്പോൾ 24 സ്കീമിലത്തെ ക്വസ്റ്റ്യനിലും എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നേർഡ്സ് ഇക്വേഷൻ. നേർഡ്സ് ഇക്വേഷന്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ പഠിക്കും. അത് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ ചോദിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ബേസിസിലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പാർട്ട് ബിയിലായിരിക്കും ഇത് ചോദിക്കുന്നത്. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന് സബ് ഡിവിഷൻസ് കാണും. ചിലപ്പോൾ 9 മാർക്കിനാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 9 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതുകൊണ്ട്
തീർച്ചയായിട്ടും ഇത് പഠിച്ചുകൊണ്ട് പോകണം. ഈ നേർഡ്സ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോൺ. പിന്നെ അടുത്ത റെഫറൻസ് ഇലക്ട്രോൺ. റെഫറൻസ് ഇലക്ട്രോണിൽ നിങ്ങൾക്ക് പ്രൈമറിയും സെക്കൻഡറിയും പഠിക്കാനുണ്ട്. അതിൽ പ്രൈമറിയിൽ വരുന്നതാണ് ഷീ, സെക്കൻഡറിയിൽ വരുന്നതാണ് കലോമൽ ഇലക്ട്രോൺ. ഷീ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഷീ എന്ന് വെച്ചാൽ എന്താ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പൊ ഷീയുടെ വർക്കിംഗ്, അതിന്റെ കൺസ്ട്രക്ഷൻ, അതെല്ലാം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 15 സ്കീമിലും 19 സ്കീമിലും എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അത് എങ്ങനെയാ ചോദിച്ചേക്കുന്നത്? ഓരോരോ ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അത് ഷീയാന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം പറ്റണം. ഷീയ ചോദിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഷീ എന്തുമായാലും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഷീ അല്ലെങ്കിൽ കലോമൽ ഇലക്ട്രോൺ, ഇത് രണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഷുവർ. ഷീ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ആണ് ചോദിച്ചേക്കുന്നത്. കൺസ്ട്രക്ഷനും വർക്കിങ്ങും വരുമ്പം പാർട്ട് ബിയിലായിരിക്കും ചോദിക്കുന്നത്. ഷുവർ ആയിട്ടും പാർട്ട് ബിയിലേ ചോദിക്കത്തുള്ളൂ. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസും അതിന്റെ ആപ്ലിക്കേഷനും. ഇലക്ട്രോ കെമിക്കൽ സീരീസ്, ആ എലമെന്റിന്റെ ആ സീരീസ്, അതിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, ലിഥിയം, പൊട്ടാസ്യം, സോഡിയം അങ്ങനെ വരുന്നതാണ്. ഹൈഡ്രജൻ ആണ് ന്യൂട്രൽ ആയിട്ട് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അത് എന്തുവാ എന്നെല്ലാം പാർട്ട് എയിൽ ചോദിക്കാം. പിന്നെ അടുത്തത് ഗ്ലാസ് ഇലക്ട്രോഡ് ആൻഡ് pH മെഷർമെന്റ്. ഗ്ലാസ് ഇലക്ട്രോഡ് എന്തുവാന്ന് പഠിക്കണം. അത് വെച്ചിട്ടുള്ള pH മെഷർമെന്റ് അതും പഠിക്കണം. പിന്നെ കണ്ടക്ടിവിറ്റിയിൽ കുറെ ടേംസ് നിങ്ങൾക്ക് പഠിക്കണം. സ്പെസിഫിക് കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ്, അങ്ങനെ കുറെ ടേംസ്. അതെല്ലാം ജസ്റ്റ് എന്തുവാ പാർട്ട് എയിൽ നിങ്ങൾ എന്തുവാ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് എല്ലാത്തിനും റെസിസ്റ്ററിന്റെ വാല്യൂ എന്തുവാ, അങ്ങനെ ഓരോരോ ഇക്വേഷൻസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് അത്. അടുത്ത മെഷർമെന്റ് യൂസിങ് ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി. ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി വെച്ചിട്ടുള്ള മെഷർമെന്റ് അത് എന്തുവാ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി, എളുപ്പം അതൊക്കെ പഠിക്കുക. അടുത്ത ലിഥിയം അയോൺ ബാറ്ററി ഓർ H2O2 ഫ്യൂവൽ സെൽ. ലിഥിയം സെല്ലിന്റെ ടൈപ്സ് ആണ്. ലിഥിയം അയോൺ ബാറ്ററി സെല്ലിന്റെ ടൈപ്സ് ഓഫ് സെല്ലിൽ വരുന്നതാണ്. അതിൽ H2O2 എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സെല്ലിന്റെ ഇതിൽ വരുന്നത്, ഫ്യൂവൽ സെല്ലിന്റെ ടൈപ്പിൽ വരുന്നതാണ് H2O2. അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും അത് ചോദിക്കുന്നതാണ്. ഈ H2O2 ആണ് എപ്പോഴും ചോദിക്കുന്നത്. അത് പടമൊക്കെ വരച്ചും കൺസ്ട്രക്ഷനും പ്രിൻസിപ്പിളും എല്ലാം എഴുതിയാൽ മതി. എല്ലാം ഞങ്ങൾ പഠിപ്പിക്കും. എല്ലാം വീഡിയോസും ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, ഒന്നുപോലും വിടത്തില്ല. പിന്നെ അടുത്തത് വരുന്നത് കൊറോഷൻ. നിങ്ങൾ +1ഉം +2ഉം എല്ലാം പഠിച്ചിട്ടുള്ള കൊറോഷൻ. അതിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ മെക്കാനിസം. ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ മെക്കാനിസത്തിന്റെ അസിഡിക്കും ആൽക്കലൈനും മീഡിയം ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ബേസിക് പഠിക്കണ്ട. പിന്നെ ഗാൽവാനിക് സീരീസ്. ഈ കൊറോഷൻ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഗാൽവാനിക് സീരീസ്. എന്താ ഗാൽവാനിക് സീരീസ്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ പാർട്ട് എയിലായാലും ഇത് ചോദിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് കോപ്പറും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പറും. ഇതാണെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലായിരിക്കും ഇത് ഷുവർ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ ഈ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ, ഇത് പാർട്ട് എയിൽ ചോദിക്കാം. വാട്ട് ഈസ് സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പാർട്ട് എയിൽ ചോദിക്കാം. ഇതാണ് മൊഡ്യൂൾ 1 ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണ്ടേ എന്നൊരു ഊഹം വന്നല്ലോ. ഇതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്തോ കണ്ടന്റ് എന്തെല്ലാം പഠിച്ച് ഈസി ആയിട്ട് ഈ മൊഡ്യൂളിൽ നിന്നും പാർട്ട് എയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 6 മാർക്ക് കിട്ടും, പാർട്ട് ബിയിൽ 9 മാർക്കും. അങ്ങനെ ഈസി ആയിട്ട് ഒരു മൊഡ്യൂളിൽ നിന്ന് ഇത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമാണ്. ഇനി അടുത്ത മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2ന്റെ പേരെന്താ? മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ. ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിന്റെ മെറ്റീരിയൽസ്. അതിൽ ആദ്യം എന്തുവാ? നാനോ മെറ്റീരിയൽസ് ആണ് ഇതിൽ ആദ്യം പഠിക്കുന്നത്. നാനോ മെറ്റീരിയൽസ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയല്ലയോ? +1 +2 കേട്ടിട്ടുള്ള നാനോ മെറ്റീരിയൽ 10⁻⁻⁹ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ. അതിന്റെ ഡയമെൻഷനും മെറ്റീരിയൽസും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതാണെങ്കിൽ എന്തുവാ പാർട്ട് എയിൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ എന്ന് ചോദിക്കാം.
പിന്നെ ഇതിൽ വരുന്നത് സോൾ ജെൽ. സോൾ ജെൽ, വാട്ട് ഈസ് സോൾ ജെൽ മെത്തേഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് കെമിക്കൽ റിഡക്ഷൻ എന്ന്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിന്റെ സിന്തസിസ് എല്ലാം ചോദിക്കാവുന്നതാണ്. പാർട്ട് എയിലായിരിക്കും ഇത് കൂടുതലും ചോദിക്കുന്നത്. ഈ ആപ്ലിക്കേഷനൊക്കെ പാർട്ട് എയിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വരുന്നതെന്ന് വെച്ചാൽ കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറിൻസ്, ഗ്രാഫീൻ, കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. ഇതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, പടം ജസ്റ്റ് സ്ട്രക്ചർ കാണും, അത് വരയ്ക്കണം. പിന്നെ പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻ. ഈ ഗ്രാഫീനും ഫുള്ളറിൻസും, ഗ്രാഫീൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഗ്രാഫീൻ മിക്ക ക്വസ്റ്റ്യൻസിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫീൻ. നിങ്ങൾക്ക് പഴയ സ്കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണും. അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. അവരുടെ സിലബസ് നിങ്ങളുടെ സിലബസ് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്, ഇടയ്ക്കൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളൂ. അന്നേരം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. അപ്പം ഗ്രാഫീനൊക്കെ അവർക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അത് പഠിച്ചോണ്ട് പോകണം. അടുത്ത ടോപ്പിക്കാണ് പോളിമർ. പോളിമറും എല്ലാം, ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ +1 +2 ആ ഒരു ബേസിൽ വന്നേക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. അതാ അടുത്ത പോളിമർ. പോളിമറിൽ ഈ ഹാലോജനേറ്റഡും നോൺ ഹാലോജനേറ്റഡും, അത് അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതെന്താ എന്നെല്ലാം പാർട്ട് എയിൽ ചോദിക്കാം. പിന്നെ ഇതിൽ വരുന്നതാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അതിൽ ഈ പോളി അനലിൻ, പോളിപൈറോൾ, അതിൻ്റെ സിന്തസിസ്, പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻ, ഇതെല്ലാം പാർട്ട് ബിയിൽ ചോദിക്കാം. പിന്നെ ഈ ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽ ആൻഡ് ഡിവൈസ്, ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽ ആൻഡ് ഡിവൈസ്, ഇതിൽ ഈ OLED, ഈ OLED നിങ്ങൾ ഷുവർ ആയിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. കാരണം ഇത് ചോദിക്കും, ഷുവർ, ഞാൻ ഉറപ്പ് വരും ഈ OLED ചോദിക്കും. അതിൻ്റെ സ്ട്രക്ചറും വർക്കിങ്ങും കൺസ്ട്രക്ഷനും എല്ലാം ചോദിക്കും, ഷുവർ. അപ്പൊ ഇത് പഠിച്ചിട്ട് പോകണം. ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായല്ലോ ഈ മൊഡ്യൂളിന്റെ കാര്യം. ഈ സ്പിൻട്രോണിക്സ്, ഇത് പാർട്ട് എയിൽ ചോദിക്കാം. സ്പിൻട്രോണിക്സ് അതെല്ലാം എന്തുവാ എന്നെല്ലാം ഞാൻ പഠിപ്പിക്കും. അടുത്തത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്തുവാ? മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പിയുടെ മോളിക്കുലാർ വേർഷൻ, അതാണ് ഇത് പഠിക്കേണ്ടത്. അതിൽ ആദ്യം സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ ടൈപ്സ് ഓഫ് സ്പെക്ട്ര. പിന്നെന്തുവാ? മോളിക്കുലാർ എനർജി ലെവൽസ്, ഓരോരോ ലെവൽസ് ഉണ്ട്, എനർജി ലെവൽസ് ഓരോന്നുണ്ട്. അത് ഏതൊക്കെ ലെവൽസ് എല്ലാം നമ്മൾ പഠിക്കും. പിന്നെ ഇതിനകത്ത് ബിയർ ലാംബേർട്സ് ലോ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിലായിരിക്കും ചോദിക്കുന്നത്, 3 മാർക്കിലായിരിക്കും ചോദിക്കുന്നത്. എന്തുവാ ബിയർ ലാംബേർട്സ് ലോ? പിന്നെ ഇതിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് ബിയിലും ചോദിക്കാം. ബിയർ ലാംബേർട്സ് ലോ എന്ന് എന്തുവാന്നും അതിന്റെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കാണാതെ പഠിക്കേണ്ടത്. പിന്നെ ഈ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ, ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ, റോൾ ഓഫ് കോൺജുഗേഷൻ ഇൻ അബ്സോർപ്ഷൻ മാക്സിമ, ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഇതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, ഇതെല്ലാം പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ അടുത്തതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈബ്രേഷൻ മോഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആപ്ലിക്കേഷൻ, അതെന്താ? കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടറിന്റെയും വൈബ്രേഷണൽ മോഡ്സും പഠിക്കണം, പിന്നെ അതിന്റെ ആപ്ലിക്കേഷനും പഠിക്കണം. പിന്നെ തെർമൽ അനാലിസിസ്. ഈ തെർമൽ അനാലിസിസ് പല തെർമൽ അനാലിസിസ് ഉണ്ട്. അതിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കും. ഇന്ന് ഇവിടെ പഠിക്കാനുള്ള നിങ്ങൾക്ക് ഇപ്പം ഗ്രൂപ്പ് സിക്കും ഡിക്കും ഒക്കെ വേറെ തെർമൽ അനാലിസിസാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് DETA ആണ്. ഇതിന്റെ വർക്കിംഗ് ആപ്ലിക്കേഷനും ഷുവറാ ചോദിച്ചിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ പാർട്ട് ബിത്തെ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കും പാർട്ട് ബിയിൽ, അല്ലെ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. പിന്നെ സെമ്മും പഠിച്ചിരിക്കണം, അതിന്റെ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റേഷനും ആപ്ലിക്കേഷൻ. ഇതാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. അടുത്ത മൊഡ്യൂൾ 4. നിങ്ങൾക്ക് 4 മൊഡ്യൂളാ ഉള്ളത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ 4th മൊഡ്യൂൾ, അതിൽ എൻവിയോൺമെന്റൽ കെമിസ്ട്രി. എൻവിയോൺമെന്റൽ കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താ? കെമിസ്ട്രി, എൻവിയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്.
അതിലാദ്യം വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ടറിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ഹാർഡ്നെസ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വാട്ടറിന്റെ, വെള്ളത്തിന്റെ ആ കട്ടി, അതാണ് ഹാർഡ്നെസ്. അതിൽ ടൈപ്സ് ഓഫ് ഹാർഡ്നെസ്, ടെമ്പററി ഉണ്ട്, പെർമനന്റ് ഉണ്ട്. ഞാൻ വെള്ളം സോപ്പുമായിട്ട് കോണ്ടാക്ട് ആകുമ്പോൾ പത വരുന്നുണ്ടോ ഇല്ലയോ, അതിന്റെ ബേസിലെല്ലാം ഹാർഡ്നെസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അത് ഒരു കുറെയൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ടൈപ്സ് ഓഫ് ഹാർഡ്നെസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് എളുപ്പമാണ്. ഈ മൊഡ്യൂൾ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്തുവാ ഏതാന്ന് കണ്ടന്റ് മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇതില് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിന്റെ ബേസിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട്. ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് അത് പാർട്ട് എയിലായിരിക്കും ചോദിക്കുന്നത്. പിന്നെ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അയൺ എക്സ്ചേഞ്ച് പ്രോസസ്, അതിന്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, അഡ്വാൻറ്റേജസ്. പിന്നെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഡിസോൾഡ് ഓക്സിജൻ, BOD, COD. അതെന്താ, അതെന്ത്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതെല്ലാം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത ഇതിന്റെ ടോപ്പിക്കാണ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം ഇതിനകത്ത് വരുന്നത് ഈ കെമിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഇതിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ലെവൽ, ഇങ്ങനെ സംഭവിച്ചാൽ എന്തുമായിരിക്കും വരാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ UASB പ്രോസസ്സും ട്രിക്ലിംഗ് ഫിൽറ്ററും നമുക്ക് പാർട്ട് ബിയിൽ, UASB പ്രോസസ് പാർട്ട് ബിയിൽ ഷുവറായിട്ടും ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ പ്രോസസ്സ് എന്താ, അതിന്റെ ഡയഗ്രാം എല്ലാം ഉണ്ട്, ഫ്ലോ ഡയഗ്രാം, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അതെല്ലാം ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെയാണ് മൊഡ്യൂൾ 4 വരുന്നത്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഇത് കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. കാരണം അയ്യോ ഇത്രയും ഉണ്ട്, 4 മൊഡ്യൂളുണ്ട്, അതിൽ ഇത്രയും പഠിക്കാനുണ്ട് എന്നൊന്നും കണ്ട് പേടിക്കണ്ട. കാരണം ഇതെല്ലാം ജസ്റ്റ് കണ്ടന്റ് എന്തോന്ന് മനസ്സിലാക്കുക, നമുക്ക് ഈസി ആയിട്ട് എഴുതി പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അത്ര പാടായിട്ട് ഇതിനകത്തൊന്നും പഠിക്കാനില്ല. അത് നിങ്ങളുടെ സിലബസ് നല്ല എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന, നേരത്തെ സിലബസ് പോലെ ഒന്നും അല്ല, നല്ലോണം പഠിച്ചെടുക്കാൻ പറ്റുന്ന, മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇടും, ഞങ്ങൾ വീഡിയോസ് ഇടും, അപ്പം കാണുക, കണ്ടത് പഠിക്കുക. ജസ്റ്റ് നോട്ട്, നിങ്ങൾക്ക് എന്താ ഞാൻ ഓരോന്ന് പഠിപ്പിക്കുമല്ലോ, ഇതിത്തെ എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ചിരിക്കും. ന്യൂമറിക്കൽ പ്രോബ്ലംസും പഠിച്ചിരിക്കും. അതിൽ ഞാൻ ഇപ്പം വീഡിയോ ഇടും, അപ്പോൾ ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്ക് എന്താ എന്ന് കേൾക്കുക ആദ്യം. എന്നിട്ട് നിങ്ങളുടേതായ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പിന്നെ എക്സാം ടൈമിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് മിസ് പഠിപ്പിച്ച്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം, കാണാതെ ഒരിക്കലും പഠിക്കില്ല. ഒരു ടോപ്പിക്ക് ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലങ്ങ് വിചാരിക്കണം, ഇങ്ങനെ ആണെന്ന് വിചാരിച്ച് പഠിക്കണം. അല്ലാതെ ഇത് കാണാതെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എല്ലാ വേർഡ്സ് എല്ലാം കൂടെ അങ്ങ് കാണാതെ പഠിക്കല്ലേ. എന്തുവാന്ന് കണ്ടന്റ് മനസ്സിലാക്കി, പടമൊക്കെ 2-3 വട്ടം വരച്ച്, ഇതിൽ പടമൊക്കെ പടം വരയ്ക്കുമ്പോഴെല്ലാം മാർക്ക് കിട്ടുന്നത്. ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, നേഴ്സ് ഇക്വേഷനിലെല്ലാം ഇക്വേഷൻ ഉണ്ട്, അതെല്ലാം കാണാതെ പഠിക്കണം. ആ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കണം. കാരണം ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതിയാൽ അതിനെല്ലാം മാർക്കുണ്ട്. ഇക്വേഷൻ വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാനും പറ്റും. അപ്പൊ അതെല്ലാം കാണാതെ പഠിക്കണം. പിന്നെ ഇതിന്റെ സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്ക്. അപ്പൊ പാർട്ട് എയില് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ. 4 മൊഡ്യൂളാണല്ലോ നിങ്ങൾക്കുള്ളത്. അപ്പം ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. ഇങ്ങനെ 8 × 3 24 മാർക്ക്. പാർട്ട് ബിയില് നിങ്ങൾക്ക് 9 മാർക്കാ ഒരു ക്വസ്റ്റ്യന്. 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും പാർട്ട് ബിയില്. അല്ല ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ആ ഒരെണ്ണത്തിന് 9 മാർക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 സബ് ഡിവിഷൻസ് എങ്കിലും കാണും. അങ്ങനെ ഇതിന് 4 × 9 36 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 60 ആണ് നിങ്ങളുടെ മാർക്ക് വരുന്നത്. നിങ്ങൾക്ക് 40 ഇന്റേണൽ ആണ്. ഈ 40-ല് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ,
അസൈൻമെന്റ്സ് വരും, ഇന്റേണൽ എക്സാംസ് വരും, അതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്റേണൽ എക്സാം ഒക്കെ 4 മൊഡ്യൂൾ ഒരുമിച്ച് പഠിക്കേണ്ട, 2 മൊഡ്യൂൾ വെച്ചൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ, അസൈൻമെന്റ് ഒക്കെ കറക്റ്റ് വെച്ച് നിങ്ങൾക്ക് മാർക്ക് നല്ലോണം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് 40. നിങ്ങളുടെ പാസ് മാർക്ക് എത്ര? 24. ഈ 60ൽ 24 മാർക്ക് വാങ്ങിക്കണം നിങ്ങൾ പാസ് ആവാൻ. ഒരു ക്രെഡിറ്റ് 4 ആണ് ഇതിന്റെ ക്രെഡിറ്റ്. ഇത്രയാണ് ഒരു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ പാറ്റേൺ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ 60, റിട്ടേൺ എക്സാം 40, ഇന്റേണൽ. നിങ്ങൾക്ക് എക്സാം ഡ്യൂറേഷൻ വരുന്നത് പഴയ സ്കീമിൽ 3 hours ആയിരുന്നു. പക്ഷെ KT ഇപ്പോഴത്തെ പുതിയ സ്കീമിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് 2.5. 2.5 hours ആണ് നിങ്ങളുടെ എക്സാം ടൈം. 2.5 hours 60 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ എക്സാംസും വരുന്നത്. ഇപ്പൊ കെമിസ്ട്രി അത്ര പാടായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട, ഇത്രയും പഠിക്കണം എന്നൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നിക്കണ്ട. അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം പഠിച്ചു പോയാൽ മതി. നമ്മൾ വീഡിയോസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ട്സ് വേണ്ടവർക്ക് നോട്ട്സ് നമ്മുടെ ആപ്പിലും ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് എല്ലാം നോക്കിയാൽ മതി. എല്ലാം പോയിന്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്, അല്ലാതെ വാരി വലച്ച് പാരഗ്രാഫ് ആയിട്ടുള്ള അല്ല. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള നോട്ടാണ്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കയറി പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ ഉള്ളു കെമിസ്ട്രിയെ പറ്റി പറയാൻ. All the best for the future. Thank you.